ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഇതിനാദ്യം തന്നെ ഞാൻ ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു വറ്റൽമുളക്, ഒരു സ്പൂൺ പെരുംജീരകം ഇത്രയും മിക്സിയിലൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാണ്. 1 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് വേണമെങ്കിൽ അത് ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഒരു 3/4 സ്പൂണോളം ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2 സ്പൂണ് കോൺഫ്ലവറാണ്. അതിനുശേഷം 1 സ്പൂണ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്ന ആ അരിപ്പൊടി 1 സ്പൂണ്. അതിനുശേഷം 1 സ്പൂണ് മൈദപ്പൊടി. ഇനി നമ്മുടെ വിനാഗിരി ഒരടപ്പ് അത് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, നിങ്ങൾ ഓയിലാണെങ്കിൽ അതെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ തിരുമിയതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാണ് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെച്ചത്. അപ്പോൾ നമുക്ക് ഉടനെ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഓരോ പീസിട്ട് നമുക്ക് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഇഞ്ചിൻ്റെയും പച്ചമുളക്, പെരുംജീരകം ഇതൊക്കെ നന്നായിട്ട് ചതഞ്ഞ് അതിലേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ചിക്കനിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. ബൈ.